ചേച്ചി, നീ എന്ത് ചെയ്യായിരുന്നു മോളെ? ഞാനിരുന്ന് പഠിക്കുമായിരുന്നു. ഫോൺ വന്നപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. അച്ഛനും മുത്തശ്ശിയൊക്കെ എവിടെയാ? അച്ഛൻ നമ്മുടെ പൂജാരിയെ കാണാൻ പോയിരിക്കുക. നാളെ അമ്മയുടെ ആണ്ടല്ലേ. എല്ലാ വർഷവും ചേച്ചി അമ്മയുടെ ആണ്ടിനുണ്ടായിട്ട് ഇത്തവണ ഇല്ലാതിരിക്കുമ്പോ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടാവും. അമ്മയുടെ ആണ്ടുബലിയുടെ കാര്യം പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. നന്ദിനിയാണോ മോളെ? അതെ മുത്തശ്ശി. ഇതാ ആ മോളെ. ആണ്ടുബലിയുടെ കാര്യമൊക്കെ പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് പിച്ചു പറഞ്ഞല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല. എല്ലാ തവണയും കാര്യങ്ങളെല്ലാം ഒരുക്കുന്നതും ബലിയിടുന്നതും ഒക്കെ നീയല്ലേ. ഇത്തവണ നിനക്കതിന് പറ്റില്ല എന്ന് വിചാരിച്ചപ്പോ. ആര് പറഞ്ഞു പറ്റില്ലെന്ന്? ഇത്തവണ ഞാൻ ആണ്ടുബലി ഇടുന്നുണ്ട്. എവിടെയാ? ഏതെങ്കിലും ക്ഷേത്രത്തിലാണോ? അല്ല മുത്തശ്ശി, ഇവിടെ സൂര്യസാറിന്റെ വീട്ടിൽ തന്നെയാ. അവിടെയോ? അവിടെ സമ്മതിച്ചോ? യതീന്ദ്രൻ സാർ സമ്മതിച്ചു. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് അമ്മയ്ക്ക് ബലിയിടേണ്ടതെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. സാറ് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാന്ന് പറഞ്ഞു മുത്തശ്ശി. അമ്മയുടെ ആണ്ടുബലി മുടങ്ങില്ല. എനിക്ക് എത്ര സന്തോഷായിന്നറിയോ? എന്റെ മനസ്സിലെ തീയും കെട്ടു. ദൈവത്തിനെ പോലെ ഒരു മനുഷ്യൻ, അല്ലാണ്ട് എന്തു പറയാനാ? മുത്തശ്ശി, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ വിളിക്കാം. ഓ, എന്താന്ന് വെച്ചാ മോള് പോയി ചെയ്തു. അമ്മയുടെ ആത്മാവ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും മോളെ. മുത്തശ്ശി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ. നന്ദിനി അവിടെ വീട്ടിൽ തന്നെ ബലിയിടുന്നുണ്ട്. യതീന്ദ്ര സാറ് എല്ലാം സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നിട്ട് കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ എന്തു പറഞ്ഞു? ഞാൻ ദൈവങ്ങളുടെ മുന്നിലിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ഒളിച്ചു നിന്ന് കേട്ടിട്ട് അതും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതേ. ഓ, എന്താ ഒരു ശൗര്യം. ചേച്ചിയോട് സംസാരിച്ചതിന്റെയാ. ചേച്ചിയോട് സംസാരിച്ചാ നീയും കാർത്തവും നല്ല ശൗര്യം കാണിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? എന്റെ ഭഗവാനെ, എല്ലാം നന്നായി നടക്കണേ. നീ എന്താ ഇവിടെ തനിച്ചു വന്നിരിക്കുന്നത്? ഒന്നുമില്ല സർ. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. എങ്കിലും അതെ, നാളെ രാവിലെ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ കണ്ടീഷൻ അത്ര നല്ലതല്ല. നാളെ രാവിലെ നടക്കേണ്ട കാര്യമാ. അപ്പൊ പിന്നെ ഇപ്പൊ പറയാണ്ട് എങ്ങനെയാ? എന്താ അച്ഛാ? നാളെ നന്ദിനിയുടെ അമ്മയുടെ ആണ്ടാണ്. നാട്ടിൻപുറത്തൊക്കെ അത് വളരെ ഗംഭീരമായിട്ട് ആചരിക്കുന്നതാ. ചിലര് സ്വന്തം വീട്ടിൽ കർമ്മിയെ വെച്ച് ബലിയിടും. ചിലര് കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അമ്പലത്തിൽ പോകും. അല്ല, അതിനെന്താ വേണ്ടത്? നന്ദിനിയെ അമ്പലത്തിൽ കൊണ്ടുപോകണോ? ഞാൻ കൊണ്ടുപോവാം. നന്ദിനി വിവേകിന്റെ ഭാര്യയെ വിളിച്ചിട്ട് കർമ്മങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരതി അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെന്താ, ഞാൻ നാളെ രാവിലെ അയാളും കൂട്ടി അങ്ങോട്ട് പോയാ പോരെ? അതല്ലടാ, അമ്മയുടെ ആണ്ടുബലി എന്നൊക്കെ പറയുന്നത് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നടത്തണം. അതാ അതിന്റെ ഒരു രീതി. നന്ദിനി മോളോട് ഞാൻ ഇവിടെ തന്നെ ബലിയിട്ടോളാം പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് അച്ഛാ. സത്യം പറഞ്ഞാ അയാൾ കുറെ വിഷമിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം ഞാനാ. എനിക്കത് അറിയാം അച്ഛാ. അയാളുടെ സന്തോഷത്തിന് അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണോ അച്ഛാ? ഞാൻ ചെയ്യാം. പക്ഷെ അതിനേക്കാളൊക്കെ നന്ദിനിയെ സന്തോഷിപ്പിക്കുക നീ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്.
ചുമ്മാ. ഡാ, അത് നിനക്ക് പെണ്ണുങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൂടാത്തോണ്ടാ. നമ്മൾ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ അവര് ചിലപ്പോ നമ്മളോട് താങ്ക്സ് പറഞ്ഞില്ല എന്ന് വരാം, നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചില്ല എന്നും വരാം. പക്ഷേ നമ്മുടെ ഒരു വാക്ക് പോലും അവര് മനസ്സിൽ സൂക്ഷിക്കും, അവരതിനെക്കുറിച്ച് ചിന്തിക്കും. അത് നിനക്കറിയൂ? അച്ഛാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പെണ്ണുങ്ങൾ പക്ഷേ വളരെ കുഴപ്പം പിടിച്ചൊരു സംഗതിയല്ലേ? നീ ഞാൻ പറയുന്നത് കേക്ക്. നാളെ രാവിലെ കർമ്മം ആരംഭിച്ചാല് വളരെ കുറച്ചു നേരം അതുണ്ടാവുള്ളൂ. ഒരു ബലിയിടുക, ആർക്കെങ്കിലും ഒക്കെ അന്നദാനം കൊടുക്കുക, പറ്റുമെങ്കിൽ ആർക്കെങ്കിലും പുതുവസ്ത്രം കൊടുക്കുക, അത്രയൊക്കെ തന്നെ. അത് കഴിയുന്നത് വരെയെങ്കിലും ദയവേത് നീ മദ്യപിക്കരുത്. നന്ദിനിയുടെ അമ്മ മരിച്ചു പോലും ഞാൻ എന്തിനാ മദ്യപിക്കാതിരിക്കുന്നത്? അതെ, ഞാൻ മദ്യപിക്കുന്ന കാര്യം നന്ദിനിയുടെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അറിയോ? എടാ, ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. അച്ഛാ, അയാൾക്ക് ആണ്ടുബലിയിടണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഇതിനിടയിലേക്ക് എന്നെ എന്തിനാ അച്ഛാ വലിച്ചഴിക്കുന്നേ? എന്നെ എന്റെ പാടിന് വിട്ടേക്ക് അച്ഛാ. അതല്ലടാ, ഒരു ദിവസം കുറച്ച് മണിക്കൂറെങ്കിലും അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി നീ നീക്കിവെച്ചു എന്ന് പറയുമ്പോ നന്ദിനിയുടെ മനസ്സിൽ നിന്നെക്കുറിച്ചൊരു ബഹുമാനമൊക്കെ ഉണ്ടാവും. അറിയാലോ, നീ ചെയ്തൊരു തെറ്റിന്റെ പേരില് നീറി നീറി ജീവിക്കുന്ന ഒരു കുട്ടിയാ. അവളുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടട്ടെ. മാത്രമല്ല, നാളെ ഈ ചടങ്ങ് നടക്കുമ്പോ അമ്മ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞ, പറയാൻ സാധ്യതയില്ല, പക്ഷെ പറഞ്ഞ അതിന് മറുപടി പറയേണ്ടത് നീയാ, നന്ദിനിയുടെ പ്രൊട്ടക്ടറുടെ സ്ഥാനത്ത് നിന്ന്. അങ്ങനെ ഒരു മറുപടി നീ പറയുമ്പോ അത് മദ്യത്തിന്റെ പേരിലാവരുത്, ആത്മാർത്ഥതയുടെ പേരിലാവണം. അതുകൊണ്ടാ നിന്നോട് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം. ഞാൻ ശ്രമിക്കാം, പക്ഷേ ഇടയ്ക്ക് എങ്ങനെ എനിക്ക് തോന്നരുത്. നീ എനിക്ക് വാക്ക് തരണം. ചുമ്മാ വാക്കൊന്നും വായിക്കാതെ സാർ. എനിക്ക് വാക്ക് തന്നേ പറ്റൂ. പറയടാ. വാക്ക് ഞാൻ നാളെ കുടിക്കില്ല, പോരെ? അച്ഛൻ എന്നെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ വിശ്വാസമാണ്, എപ്പോഴും വിശ്വാസമാണ്. അതാ, നാളെ നമ്മൾ ഒരുമിച്ച് നിന്ന് അവളുടെ ആഗ്രഹം പോലെ അവളുടെ അമ്മയുടെ ചടങ്ങ് നടത്തിക്കൊടുക്കും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.